ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ മന്ദാരം ഫാമിലിക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമുക്ക് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, കറികളൊക്കെ ഉണ്ടാക്കണുണ്ട്. അപ്പോൾ അതിൻ്റെ തിക്കും തിരക്കിലുണ്ട്. അപ്പോൾ അമ്മ എൻ്റെയോടൊപ്പം തന്നെ ഞാനും എണീറ്റിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാട്ടോ. അതിന് ഞാൻ ക്യാരറ്റ് ഒരെണ്ണം സ്ലൈസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, പിന്നെ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് നമ്മുടെ റവപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഇളക്കി നമ്മുടെ കോളിഫ്ലവർ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഇട്ട് കൊടുത്തു. നാളികേരം ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി. ഉപ്പുമാവ് ഇവിടെ സെറ്റ് ആയിട്ട് മക്കൾക്കൊക്കെ നല്ലതാണ് കേട്ടോ, പച്ചക്കറികളൊക്കെ പരമാവധി ഇട്ട് കൊടുക്കണതിൽ. പിന്നെ നമ്മുടെ അമ്മ ഗ്രീൻ പീസ് കറി വെക്കുന്നുണ്ട് കേട്ടോ. അതിനകത്തേക്ക് സബോളൊക്കെ വാട്ടണ്ട് കേട്ടോ, വേഗം വാടി കിട്ടാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അമ്മ ഗ്രീൻ പീസ് കറി വെക്കണത് ഉപ്പുമാവിന് കോമ്പിനേഷൻ എന്തെങ്കിലും വേണ്ട, ഗ്രീൻ പീസ് കറി നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് കറി അമ്മയുടെ ഇവിടെ സെറ്റ് ആയിട്ട്. പിന്നെ ഞാൻ വെണ്ടയ്ക്കാണ് കേട്ടോ ഉപ്പേരി വയ്ക്കാൻ പറയണത്. നമുക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരിയും വേണ്ടേ. അപ്പോൾ വെണ്ടക്കായൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ട് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തുള്ളൂ. അത് വെള്ളം വാഴാനായിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടാ. പിന്നെ ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി തലയിൽ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇന്ന് കുറച്ച് എണ്ണയൊക്കെ തലയിലിട്ട് കൊടുത്ത് കറിയൊക്കെ ആവണേക്കുള്ള മുന്നേ സെറ്റാവുമല്ലോ. ഒരു 5 മിനിറ്റ് ഞാൻ മസാജ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ തലയിൽ എണ്ണ പറ്റുകയുമ്പോൾ. ഞാൻ സ്ഥിരമായിട്ട് ഒരു എണ്ണ നല്ലട്ട യൂസ് ചെയ്യാറ്, മാറി മാറി ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനൊരു നല്ല ആയുർവേദത്തിൻ്റെ ഹെർബൽ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ തലയിൽ എണ്ണയ്ക്ക് പിടിക്കണ വരെ നമുക്ക് സവോള ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കുടം വെളുത്തുള്ളിയും ഒരു സവോളയാണ് ഇട്ട് എടുക്കുന്നത്. സവോളയുടെ കാര്യം പറഞ്ഞാലേ സത്യം പറഞ്ഞാൽ റോട്ടിക്കൂടെ 3 കിലോ സബോള 100 രൂപയ്ക്ക് പോയി. ഇപ്പോൾ ലാഭമാണെന്ന് വെച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന് പറയണ്, 3 കിലോയിൽ 1 കിലോ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ, ബാക്കിയൊക്കെ കേടായിരുന്നു. ഇതാണ് വണ്ടിക്കാരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാലുള്ള ദോഷം. കാരണം കടയിൽ നിന്നാണ് നമ്മൾ പറക്കിയെടുക്കുന്നത്, നമുക്ക് അറിയാൻ പറ്റും. വണ്ടിക്കാർ അവർ വാരിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കൽ നേരെ വീട്ടിൽ കൊണ്ട് പോരും കേട്ടോ. അപ്പം അതിൽ 1 കിലോനെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ കേടുനാശം ചെയ്തിട്ട്. ഒന്നാമത്തേലും മഴക്കാലം കാരണം കൊണ്ടേ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ അവരെ ഈ ഭാഗത്തേക്ക് കാണും കൂടിയില്ല. പിന്നെ ഞാൻ വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ആ വണ്ടിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട്, പക്ഷേ വെളുത്തുള്ളി അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ വെളുത്തുള്ളിയും സവോളയും. ഒരു പച്ചമുളക് എടുത്തുള്ളൂ, നല്ല നാടൻ പച്ചമുളക്, നല്ല എരിവുള്ളത് തന്നെ, കറിവേപ്പിൻ്റെ ഇലയും. ഇനി അത്രയ്ക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. വെണ്ടക്കായും അരിഞ്ഞത് ഇവിടെ വെച്ച് നമുക്കിതിനകത്ത് ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ച് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മുളക് പൊടി ഞാൻ കളറിന് മാത്രം ഇട്ട് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം നല്ല എരിമുളകാണ്, അതുകൊണ്ട് മക്കളും കൂടെ കഴിക്കണം, കാരണം കൊണ്ട് നല്ല എരിവാകുമല്ലോ. അപ്പോൾ കളറിന് മാത്രമാണ് കേട്ടോ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കണേ. പിന്നെ നമ്മളിതിനകത്ത് വേറെ ഒന്നും ഇട ചെയ്ത് കൊടുക്കുക, ലാസ്റ്റ് മസാല ഒന്നിട്ട് തൂളി കൊടുക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ സവോള നന്നായി ഒന്ന് വാടാനും നിൽക്കേണ്ട ആവശ്യമില്ല, കാരണം വെണ്ടക്കായും കൂടെ വാടണമല്ലോ. അതുകൊണ്ട് തന്നെ വേഗം തന്നെ നമുക്ക് വെണ്ടക്കായും അതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ മൂടി വെക്കാൻ പാടില്ല കേട്ടോ. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരുന്നാലാണ് അത് കുഴമ്പ് രൂപത്തിലാവണം, അല്ലെങ്കിൽ ഒട്ടി പിടിക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ, നമുക്ക് ഒന്നും ഒട്ടാണ്ടിരിക്കണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പിട്ടിങ്ങായി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെണ്ടക്ക. ഇനി നമുക്ക് അടിപൊളി ടേസ്റ്റിലൊന്നും കഴിക്കണമെങ്കിൽ ചോറിൽ എന്നെ കൂട്ടി കഴിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് സെറ്റായൊന്ന് അറിയാനായിട്ട് ഞാൻ വായിൽ വെച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ചോറിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് മക്കൾക്ക് വാരി കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് തന്നെ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ എല്ലാവർക്കും കുഴഞ്ഞ് പോകാണ്ടിരിക്കണേ ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഴഞ്ഞൊന്നും പോകില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.